ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ചില ചിന്തകൾ, അകൽച്ചയുടെ രാഷ്ട്രീയം വരുന്നുണ്ട്. അകൽച്ചയുടെ രാഷ്ട്രീയം, അകൽച്ചയുടെ പ്രഭാഷണങ്ങൾ, അകൽച്ച പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഇന്ന് രാജ്യത്തിൻ്റെ ഒരു ദുര്യോഗമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനാണ്, ബന്ധങ്ങളുടെ ഇഴ പൊട്ടാതെ നമ്മൾ കാത്തുസൂക്ഷിക്കുക, ബന്ധങ്ങളുടെ കണ്ണികളെ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം. മനുഷ്യരെക്കുറിച്ച് നമുക്ക് പഠിക്കണം. മനുഷ്യരിൽ പല ആൾക്കാരുണ്ടാവുമല്ലോ, പല സ്വഭാവക്കാരുണ്ടാവും. അവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുക. സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ദുർബലരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ദൗർബല്യം തന്നെ പല ആൾക്കാരാണ്. സാമ്പത്തികമായി ദുർബലർ, സാമൂഹികമായിട്ട് ദുർബലരായിട്ടുള്ള ആളുകൾ, ശാരീരികമായി ദുർബലരായിട്ടുള്ള ആളുകൾ, മാനസികമായി ദുർബലരായിട്ടുള്ള ആളുകൾ, എന്തിനേറെ ആത്മീയമായിട്ടും ദുർബലരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടാവും. എല്ലാവരും ആത്മീയമായി എല്ലാം നേടി ഉള്ളവരാവില്ല. ആത്മീയമായിട്ട് ദുർബലം പല കാരണങ്ങളാലും അവരിങ്ങനെ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, TV കാണുന്നു, മൊബൈൽ നോക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആത്മീയമായിട്ട് അവർ ദുർബലരായിരിക്കും. അപ്പം അങ്ങനെയുള്ള പല ദൗർബല്യങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആ ദൗർബല്യങ്ങളെ പരിഹരിക്കാനായിരിക്കണം നിങ്ങളുടെ പരിശ്രമങ്ങൾ. നിങ്ങളെല്ലാവരും പണ്ഡിതന്മാരാണ്. ആ പാണ്ഡിത്യത്തിനാണല്ലോ നിങ്ങൾക്കിവിടെ ബിരുദം ലഭിക്കുന്നത്. അറിവും വിവരവും, അതാണല്ലോ പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം. അറിവുണ്ട് നിങ്ങൾക്ക്, രണ്ടും വ്യത്യസ്തം. ഒന്ന് അറിവ് അറിയുമ്പോൾ എന്താണ്? പഠിച്ചുണ്ടാക്കുന്നതാണ്. വിവരം എന്നുള്ളതോ നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണ്. അതോടൊപ്പം ഈ അറിവും വിവരവും മാത്രം പോരാ, വിവേകവും വേണം. പണ്ഡിതൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം അവിടെയാണ്. നിങ്ങളുടെ അറിവും വിവരവും അതോടൊപ്പം നിങ്ങൾ വിവേകികളുമായിരിക്കണം. കാര്യങ്ങൾ വരുമ്പോൾ വിവേകപൂർവ്വം പ്രതികരിക്കണം. വൈകാരികമായിട്ട് അല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. വിവേകത്തോടെ പ്രതികരിക്കണം, പക്വതയോടെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ പക്വമതികളാണെന്നാണ് സമൂഹം കണക്കാക്കുന്നത്. പണ്ഡിതന്മാർ പക്വമതികളാണെന്നാണ്. പക്ഷെ പലപ്പോഴും പക്വതയില്ലാത്ത വാക്കുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ വാക്കുകൾ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം, സമുദായത്തിന് വേണ്ടിയായിരിക്കണം, രാജ്യത്തിന് വേണ്ടിയായിരിക്കണം. പക്വതയില്ലാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുമോ, സമുദായത്തിന് ഗുണമുണ്ടാകുമോ, രാജ്യത്തിന് ഗുണമുണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുമോ എന്ന് നിങ്ങൾ നോക്കണ്ട. ചാനലുകൾക്ക് വേണ്ടിയും മീഡിയയ്ക്ക് വേണ്ടിയും അല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ സംസാരിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോൾ പ്രശസ്തി കിട്ടിയെന്ന് വരും. 2-3 ദിവസമൊക്കെ പ്രശസ്തി ഉണ്ടാവും. 4-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും ഈ ചാനലുകളിൽ തന്നെ നിങ്ങളെ 8 നിലയിൽ പൊട്ടിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി അതിനായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത്. സമുദായത്തിനിടയിൽ ഐക്യം ഉണ്ടാക്കണം. സമുദായത്തിൻ്റെ ഐക്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ആരെയും നിങ്ങൾ നരകത്തിലേക്ക് തള്ളിയിടണ്ട. ഓ നരകത്തിലാണ്, അല്ല ഓല് നരകത്തിലാണെന്ന് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹു ആർക്കാണ് ഇദ്ദേഹത്തെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്. ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അത് മനുഷ്യനും ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആർക്കൊക്കെയാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആരെയും നമ്മൾ നരകത്തിലേക്കൊന്നും പറഞ്ഞേക്കണ്ട.
നമ്മൾ ചെയ്യേണ്ടത്, പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താ അറിയോ? ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയെടുക്കണം. എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. അതിന് നമ്മൾ ഐക്യം കാത്തു ചെയ്യും. സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കണം, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കണം. ഇതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്തിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ അകൽച്ച ഉണ്ടാക്കിക്കൂടെ. അവരോടൊക്കെ ആ സാഹോദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന മാതൃകയാണ്. ചിലപ്പോൾ സമുദായ സൗഹാർദ്ദവും സാഹോദര്യമൊക്കെ പറയുമ്പോൾ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ പരിഹസിക്കും. ഒരുപാട് പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ടല്ലോ. അവിടെ ഒന്നും നിങ്ങൾ ദുഃഖിക്കണ്ട. ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ്. കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടവരാണ്. സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, മതസാഹോദര്യത്തിന് വേണ്ടി ഒക്കെ ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടവരാണ് നമ്മുടെ പൂർവികർ. അപ്പോൾ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് നല്ലതിനാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നമ്മൾ പൂർവികർ നല്ലത് ചെയ്തു, ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക. അപ്പോൾ ഐക്യത്തോടെയും സാഹോദര്യത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്.